നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ നിതിനെ കാണാൻ ഒരു അമ്മ കൂടെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ജാതിയുടെയും നിറത്തിന്റെയും പണത്തിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപകർ അപമാനിച്ച് ഒടുവിൽ ആ വിദ്യാർത്ഥി ജീവനൊടുക്കിയതിനു ശേഷം ഒരമ്മ അവനെ കാണാൻ വരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതേ സമാനതകളിലൂടെ ഇന്ന് നിതിന്റെ അമ്മ അനുഭവിക്കുന്ന അതേ വേദനകളിലൂടെ ജീവിക്കുന്ന മറ്റൊരമ്മയാണ് കയറി ചെല്ലുന്നത് എന്ന് പറയേണ്ടി വരും. കണ്ടു നിൽക്കാനാകില്ല നിതിന്റെ വീട്ടിലെ സാഹചര്യം. കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന മകന്റെ ജീവനറ്റ ശരീരത്തിൽ നോക്കി നിസ്സഹായമായി നിൽക്കുന്ന അമ്മയെയും അച്ഛനെയും ഒരു നിമിഷത്തേക്കെങ്കിലും സമാധാനിപ്പിക്കാൻ വേണ്ടി പൂക്കോട് സിദ്ധാർത്ഥന്റെ അമ്മ കൂടെ വരികയാണ്. അവർക്കറിയാം എന്താണ് ഇപ്പോൾ ആ അമ്മയും അച്ഛനുമൊക്കെ അനുഭവിക്കുന്ന വേദന എന്ന്. സഖാക്കന്മാരുടെ അഹങ്കാരത്തിന്റെ പേരിൽ ജീവനറ്റു പോയതാണ് സിദ്ധാർത്ഥന്റെ ആ ഒരു ജീവിതം. അതിനുശേഷം ഇങ്ങോട്ട് ഇന്നും വേദനയോടെ കഴിയുകയാണ് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും. അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും ഇതിന്റെ അച്ഛനും അമ്മയും ഇപ്പോഴെന്താണ് ചിന്തിക്കുന്നതെന്ന്, എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തലകുനിച്ച് നിൽക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. നമ്പർ 1 കേരളമാണ്. ഏറ്റവും വിഭാഗീയത ഇല്ലാത്ത നാടാണ് നമ്മുടേത്. എല്ലാവർക്കും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ് നമ്മളെന്ന് ആവർത്തിച്ച് വാഗൊണ്ട് പറയുന്നുണ്ടെങ്കിലും വരുന്ന വാർത്തകൾ, വരുന്ന സാഹചര്യങ്ങൾ എല്ലാം വിപരീതമാണ് എന്നുള്ളതാണ്. മുഖ്യന്റെ സ്വന്തം നാടായിട്ടുള്ള കണ്ണൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നതേറെ ശ്രദ്ധേയം. അതായത് ഈ കേരളത്തെ വലിയ മാതൃകയാക്കി മാറ്റുമെന്ന് അവകാശപ്പെടുന്ന നിലവിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ ആ ഒരു നാട്ടിൽ ഇതേ സമാന സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അധികാരികൾക്കും ഈ നാട്ടിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും വലിയ ആക്ഷേപങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ അടക്കം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിതിന്റെ മരണം, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളും നിലവിൽ നിൽക്കുകയാണ്. നിതിൻ ആത്മഹത്യ ചെയ്തതായിരിക്കാം എന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അധ്യാപകരും അധികൃതരും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ നിതിന്റെ ബന്ധുക്കൾ അക്കമിട്ട് നിരത്തി ചോദിക്കുന്നു. രാത്രി തന്നെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് സന്തോഷത്തോടെ സംസാരിച്ച തന്റെ മകന് ആ ഒരു നിമിഷത്തിൽ എന്ത് സംഭവിച്ചു എന്ന്. അവസാന ഫോൺ കോളിൽ ആ അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ആ കുട്ടി, ആ വിദ്യാർത്ഥി പറഞ്ഞത് ഇനി അങ്ങോട്ട് 4 ദിവസം ലീവാണ്, അവധിയാണ്, താൻ വീട്ടിലുണ്ടാകും എന്നുള്ളതൊക്കെയാണ്. വിഷു ആഘോഷിക്കാൻ വേണ്ടി കാത്തിരുന്ന ആ കുടുംബത്തിലേക്കാണ് ഈ വേദന എത്തിയിരിക്കുന്നത്. അതോടെ നിൽക്കട്ടെ. രാത്രി 12 മണിവരെ ഹോസ്റ്റൽ മുറിയിൽ കിടന്നുറങ്ങിയ നിതിൻ മരണപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലം വേറെയാണ്. ആ 12 മണിക്ക് ശേഷം നിതിനെ ആ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലേക്ക് എത്തിച്ചത് ആരാണ്? നിതിന്റെ മരണത്തിന് പിന്നിലുള്ള ആ കൊലയാളി? അതാണ് ചോദ്യം. ഇതിനെ ആരാണ് അനുനയിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോയത് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ ഒരു കൊലയാളിയുടെ മുഖം തന്നെയായിരിക്കും കേരളം കാണുന്നത്. എന്തായാലും ഒരുപാട് അപമാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിതിൻ എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. പൂക്കോട് വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട സിദ്ധാർത്ഥനെ പോലെ തന്നെ സമാനമായിട്ടുള്ള ഒരാളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. പൂക്കോട്ടെ സിദ്ധാർത്ഥനും നെഹ്റു കോളേജിലെ ജിഷ്ണു ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിന് ഉണങ്ങാത്ത മുറിവായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു മരണം കൂടെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. BDS 1ാം വർഷ വിദ്യാർത്ഥി നിതിൻ രാജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിക്കാൻ ഇടയായിട്ടുള്ള സംഭവം കേവലം ഒരു ആത്മഹത്യയാക്കി ഒതുക്കി തീർക്കും എന്നതിൽ സംശയമൊന്നുമില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ അന്വേഷണ സംഘം അടക്കം ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ബന്ധുക്കളുടെ സംശയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എല്ലാം കൊലയാളികൾ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ദയനീയ അവസ്ഥ. അഞ്ചരക്കണ്ടിയിൽ സംഭവിച്ചിട്ടുള്ള സംഭവം കലാലയത്തിൽ ഉണ്ടാകുന്ന സുരക്ഷിതത്വത്തിന്റെ ഒരു ചോദ്യം കൂടെ ഉയർത്തുന്നുണ്ട്. വിദ്യാർത്ഥികളെ എന്ത് ധൈര്യത്തിലാണ് മാതാപിതാക്കൾ അയക്കേണ്ടുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. നാട് വിട്ട് വിദ്യാർത്ഥികൾ പോകുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ അതിനൊരു കാരണമാണ് എന്ന് എല്ലാവരും ഓർക്കേണ്ടതുണ്ട്.
മരിക്കുന്നതിന് മുൻപ് നിതിൻ നേരിട്ടത് കടുത്ത ജാതി അധിക്ഷേപങ്ങളും മാനസിക പീഡനങ്ങളുമാണ് എന്ന് ബന്ധുക്കൾ തെളിവ് സഹിതം പുറത്തുവിട്ടു കഴിഞ്ഞു. ഹോസ്റ്റൽ മുറി തടവറയ്ക്ക് സമാനമാകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് എന്ന് സഹപാഠികൾ പറയുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് നിതിന്റെ സംഭവത്തിലൂടെ സമൂഹത്തിൽ വ്യക്തമായിരിക്കുന്നത്. അനാറ്റമി വിഭാഗം മേധാവി അടക്കം 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്ത് പ്രാഥമിക നടപടിയെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതരുടെ ക്യാപ്സ്യൂൾ. എന്നാൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് തിരികെ ജോലിയിലേക്ക് അവർക്ക് ഈ വിഷയം മാധ്യമങ്ങളടക്കം മറക്കുമ്പോൾ വരാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതേ രീതികൾ ആവർത്തിക്കപ്പെടാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള ധർമ്മടത്തിന് പരിസരത്തുള്ള ഈ സ്ഥാപനത്തിലെ രാഷ്ട്രീയ സ്വാധീനം അന്വേഷണത്തെ അട്ടിമറിക്കുമോ എന്ന ഭയമടക്കം ഇപ്പോൾ വ്യാപകമാകുന്നുണ്ട്. മുൻകാലങ്ങളിൽ സമാനമായ വിദ്യാർത്ഥി മരണങ്ങളിൽ കണ്ടതുപോലെ പ്രതികൾ രക്ഷപ്പെടുകയും വാദികൾ പ്രതികളാക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യവും ഇവിടെ സൃഷ്ടിക്കപ്പെടുമോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നു. ഉച്ചയ്ക്ക് 1:30 അപകടം നടന്നിട്ടും മരണം സ്ഥിരീകരിക്കുന്നത് വരെ കോളേജ് അധികൃതർ വീട്ടുകാരെ വിവരം അറിയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. രാത്രി താൻ പിറ്റേന്ന് വീട്ടിലെത്തുമെന്ന് അറിയിച്ച് ഉറങ്ങാൻ കിടന്ന മകനാണ് ഇപ്പോൾ മരണപ്പെട്ടു എന്ന് ആ കുടുംബം അറിയുന്നത്. +2 ശേഷം കഷ്ടപ്പെട്ട് പഠിച്ച് മെഡിക്കൽ പ്രവേശനം നേടിയ ഒരു ദളിത് വിദ്യാർത്ഥി. സ്വപ്നങ്ങൾ വളരെയധികം ആത്മവിശ്വാസത്തോടെ കയ്യിൽ ഉറച്ചു നടന്ന ആ കുട്ടി ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ റാഗിങ്ങിനിരയാക്കി അധ്യാപകരുടെ കൊടിയ അപമാനത്തിനിരയായി ജീവനൊടുക്കേണ്ടി വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആരോ അയാളെ കൊലപ്പെടുത്തിയിരിക്കുന്നു. രാഷ്ട്രീയ മാനദണ്ഡങ്ങളുടെയും ബന്ധങ്ങളുടെയും ഒക്കെ കാരണത്താൽ മാനേജ്മെന്റ് സ്വാധീനത്തിന്റെയും നേളിൽ ഈ കേസ് ഇനി അട്ടിമറിക്കപ്പെടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തെ കലാലയത്തിൽ നടന്ന ഈ ദാരുണ സംഭവം കേരള മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുമ്പോൾ ഇതിന് ഒരു അറുതി വരുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. കൊല്ലത്ത് സമാനമായിട്ടുള്ള രീതിയിൽ ഒരു പെൺകുട്ടി മരണപ്പെട്ട വാർത്ത പുറത്തു വന്നിരുന്നു. ഇന്നത് പലരും മറന്നു. നമ്മുടെ കലാലയങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള ചോദ്യങ്ങളാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ആവർത്തിക്കപ്പെടുന്നത്. മരിക്കുന്നതിന് മുൻപ് നിതിൻ നേരിട്ടത് കടുത്ത ജാതി അധിക്ഷേപവും മാനസിക പീഡനവുമാണ് എന്ന് ബന്ധുക്കൾ ഉറപ്പിച്ചു പറയുമ്പോഴും അധ്യാപകർ, പ്രിൻസിപ്പൽ പറയുന്നു അങ്ങനെ ഒരു പരാതി പോലും തങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിട്ടില്ല എന്ന്. പരാതി എത്താത്തതാണോ അതോ കണ്ടിട്ടും കാണാത്തതായി നടിച്ചതാണോ എന്ന് മറ്റൊരു ചോദ്യം. പൂക്കോട്ടെ സിദ്ധാർത്ഥൻ നേരിട്ട ക്രൂരമായ വിചാരണകൾക്കും ഒറ്റപ്പെടലിനും സമാനമായ സാഹചര്യങ്ങളാണ് അഞ്ചരക്കണ്ടിയിലും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വിലയിരുത്തൽ. വാടക വീട്ടിൽ കഴിയുന്ന കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു നിതിൻ. 4 വർഷത്തെ കഠിന പ്രയത്നത്തിന് ശേഷം നേടിയെടുത്ത സീറ്റ് അഞ്ചരക്കണ്ടിയിലെ ഘാതകന്മാരുടെ കയ്യിലായിപ്പോയി എന്നുള്ളതാണ് ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ നിരാശ. ജാതി അധിക്ഷേപവും നിറം പറഞ്ഞുള്ള പരിഹാസവും നിരന്തരമായി ഉണ്ടായപ്പോൾ പരാതികൾ നൽകിയിട്ട് പോലും അധികൃതർ അത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. സ്ഥിതി രൂക്ഷമായപ്പോൾ പഠനം മതിയാക്കി അടക്കം തിരികെ വരാനുള്ള തീരുമാനങ്ങൾ ആ കുട്ടി എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കാതെ വിധി അവന്റെ ജീവനെടുത്തു. ഇത്തരം സാഹചര്യങ്ങളിൽ ഇനി എന്തു ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം. അതിനോടൊപ്പം തന്നെ ആ മറഞ്ഞിരിക്കുന്ന കൊലയാളിയുടെ മുഖം ഇനി പുറത്തേക്ക് വരുമോ എന്നുള്ള സംശയവും നിലനിൽക്കുകയാണ്. എന്തായാലും അതിദാരുണമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിതിന്റെ അവസാന മണിക്കൂറുകളാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്റെ മകന് ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ വാവിട്ട് കരയുകയാണ് ആ അമ്മ. എന്ത് ചെയ്യും, എന്ത് പറയും എന്നറിയാതെ ഉറ്റുനോക്കുന്നു ജനങ്ങൾ. ഇതിന്റെ സഹപാഠികളടക്കം പറയുന്നു ഇത് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് ആ കോളേജിൽ നിന്നും. ഇതിന്റെ ബന്ധുക്കൾ, സഹോദരിമാരൊക്കെ വേദനയോടെ നോക്കി നിൽക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതേ രീതിയിൽ വേദന തിന്നുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ കൂടെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. എത്രമാത്രം സുരക്ഷിതമാണ് നമ്മുടെ കേരളം എന്ന് വാക്കുകൊണ്ട് പറഞ്ഞാലും കേരളത്തിൽ ജീവിക്കണമെങ്കിൽ അത്ര സുരക്ഷിതത്വമൊന്നുമില്ല. പലപ്പോഴും പലരെയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ എന്നതിനേക്കാൾ ഉപരി അധികാരത്തിന്റെ പവർ ഇല്ലാത്തവർക്ക് ജീവിക്കാൻ ഇവിടെ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. മുഖ്യമന്ത്രി അടക്കം ഇപ്പോൾ ഒരു വലിയ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഈ ഒരു സംഭവം എത്തി നിൽക്കുന്നത്.